അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ 3-ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിൽ നമുക്ക് ഫസ്റ്റ് ടേമിലുള്ളത് 1 തൊട്ട് 3 പാഠം വരെയാണ്. അതിൽ 1-ാമത്തെ പാഠവും 2-ാമത്തെ പാഠവും അഹ്കാമും മീമി സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ 3 1 ഇദ്ഗാം, 2 ഇഖ്ഫാ, 3 ഇൽഹാർ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമാണ്. അപ്പം എങ്ങനെ ഓതാ? അതഅമഹും മിൻ മണിച്ചിട്ട് ഓതാ. അതഅമഹും മിൻ മണിച്ച് മറിച്ച് ഓതാ. 2-ാമത്തെ നിയമം ഇഖ്ഫാ ആണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ, മറിക്കണ്ട, മണിക്കാം. തർമീഹിം ബിഹിജാറത്തിൻ നോദാം. പിന്നെ 3-ാമത്തെ നിയമം ഇൽഹാറാണ്, വെളിവാക്കി ഓതാം. ബാക്കിയുള്ള അക്ഷരങ്ങൾ മീമും ബാവും അല്ലാത്ത അക്ഷരങ്ങൾ സാക്കിനായ മീമിന് ശേഷം വരികയാണെങ്കിൽ ഇൽഹാറാണ്, വെളിവാക്കിയത്. അൻഅംത അലൈഹിം വലല്ലാലീൻ. അപ്പോൾ അവിടെ സാക്കിനായ മീമിന് ശേഷം ഇൽഹാറാക്കി ഉച്ചരിച്ചു ഓതാം. 3-ാമത്തെ പാഠത്തിലുള്ളത് ഹുറൂഫു ഖൽഖല, അതായത് കുതുബ് ജദ്ദിൻ്റെ ഹർഫ് നമ്മൾ പറയും. കുതുബ് ജദ്ദിൻ്റെ ഹർഫ് എന്ന് പഠിച്ചാൽ എളുപ്പമാണ്, അക്ഷരങ്ങൾ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഖൽഖലത്തിൻ്റെ ഹർഫുകൾ ബാ, ദാല്, ജീമ്, ത്വാ, ഖാഫ്, ഈ 5 അക്ഷരങ്ങളാണ്. ഇത് കുറച്ചവിടെ പ്രസ് ചെയ്ത് നിൽക്കുക. അതായത് ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ്, ഫലഖ്, മിൻ ശർരി മാ ഖലഖ്. സാക്കിനായി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിൽക്കുക. ഖദ് അഫ്ലഹ മൻ തസക്ക. അപ്പോൾ ഖദ് അബ്വാബ അജ്മഈൻ. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നിർത്താം. ഈ കുതുബ് ജദ്ദിൻ്റെ ഹർഫിന് സുക്കൂനായിട്ട് വരുമ്പോൾ. ഇതാണ് തിലാവ. ഫസ്റ്റ് ടേം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നല്ല ഭാഗങ്ങൾ നോക്കാം. എക്സാമായിട്ട് നമുക്കില്ല, പക്ഷേ ഖുർആൻ ഓതുമ്പോൾ ഈ നിയമങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത് നല്ലോണം നോക്കുക ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.